ഹലോ ഗായ്സ്, അപ്പോൾ ഈ നമ്മളെ നാട്ടിലില്ലേ ഈ പഴനി പോകുന്നവർ സഞ്ചരിക്കാൻ പോകുന്നുണ്ട് വീടുകളിൽ കാവടി എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വർഷവും നമ്മളെ വീട്ടിൽ ഈ കാവടി പൂജയല്ല, കാവടിക്കാർ വന്നിട്ട് കുറച്ച് സമയം ഇരുന്ന് ചായയെല്ലാം കുടിച്ചിട്ടാണ് കേട്ടോ പോലെ. അവർ ഈ പഴനി പോകുന്നതിന് മുന്നേ കുറേ കയറി ഇറങ്ങണമെന്ന് അവർക്കുണ്ട്. അപ്പോൾ ചില എല്ലാ വീടുകളിലും അവർ വരും. അപ്പോൾ എല്ലാ വർഷങ്ങളായിട്ട് എൻ്റെ അമ്മമ്മക്ക് പഴനിയിലത്തെ സുബ്രഹ്മണ്യൻ്റെ മുദ്ര ഉണ്ടായിന്. അപ്പോൾ ആ കാലം തൊട്ട് ഈ സഞ്ചരിക്കാൻ പോകുന്ന കാവടി എപ്പോഴും നമ്മളെ വീട്ടിൽ വന്ന് ഇരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഇപ്രാവശ്യം അവർ അവറോന്നം കാവടിയാണ്. അപ്പോൾ അവർ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടാണ് ആണ്ടിയൂട്ടെല്ലാം കഴിഞ്ഞ് അവർ പഴനിയിൽ പോലെ. അപ്പോൾ കാവടി വെച്ചിട്ടുണ്ടായിട്ടാ നമ്മളെ വീട്ടിൽ പൂജയൊന്നുമില്ല, അവർ കുറച്ച് നേരം വെച്ചിട്ട് ഇരിക്കും. അങ്ങനെ ആ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇപ്രാവശ്യം നാട്ടിലായതുകൊണ്ട് എനിക്കും കാണാൻ പറ്റി കാവടീനെ. അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ പഴനിയിൽ പോകുന്നവരാണ് കേട്ടോ ഇവർ സഞ്ചരിക്കാൻ വേണ്ടി ഇത്ര വീട് കയറി ഇറങ്ങണം എന്ന് അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ അവർ നമ്മളെ അടുത്തുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങും കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കാവടി, അതുകൊണ്ട് ഞാൻ ഇന്ന് സുബ്രഹ്മണ്യൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അവറോന്നം കാവടിയാണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ പഴനി പോകുന്നവരെ എന്നാന്ന് പറയൽ കാവടി തന്നെയാണെന്നൊന്നും എന്ന് പറയലെന്നും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചാച്ചാ ബൈ ബൈ.